ഒരാൾ 10,000 രൂപ 4% പലിശ നിരക്കിൽ വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുകയെന്ത്? നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 10,000 രൂപ അല്ലേ, അത് 4% പലിശ നിരക്കിൽ 2 വർഷത്തേക്കാണ്. അപ്പോൾ നമ്മൾ 4% എഴുതാം. എന്നിട്ട് ഇതും വെട്ടിപ്പോയി. അപ്പോൾ 100 × 4 400 എന്ന് കിട്ടും അല്ലേ. ഇനി ഈ 400-നെ വീണ്ടും 4% കൊണ്ട് ഇതും വെട്ടിപ്പോയി, ബാക്കി 16. ഇനി ഇതിൻ്റെ നമുക്ക് ചെയ്യാനുള്ളൊരു ട്രിക്കാണ്. 2 വർഷം ആയതുകൊണ്ട് 1 to 1. അപ്പോൾ കിട്ടുന്ന തുക മുഴുവനായും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 എന്ന് പറയുന്നത് ഈ 10,000 രൂപയാണ്, പ്ലസ് പിന്നെ ഈ 2 ഇൻറ്റു ഫസ്റ്റ് കിട്ടിയ ഈ പെർസെൻറ്റേജ്. അപ്പോൾ 2 × 400 പ്ലസ് 1 × 16 ഈക്വൽ ടു 10,000 പ്ലസ് 2 × 400 800, പിന്നെ 1 × 16 16. അപ്പം 10,816 രൂപയാണ് അയാൾക്ക് 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന തുക. അപ്പോൾ നിങ്ങൾക്കിത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പലിശയൊക്കെ കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെയുള്ള ഇനിയും നല്ല നല്ല ടിപ്സ് ഞാൻ എൻ്റെ ചാനലിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെ ഡൗട്ട് ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഇപ്പോൾ ഞാൻ ഇന്ന് തന്ന കണക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റായി ചോദിക്കാൻ ഞാൻ അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.